സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ നമ്മുടെ എല്ലാ അടുക്കളകളിലും കാണുന്ന ഒരു സൂപ്പർ ഹീറോയെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. വെളുത്തുള്ളി. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് പനിച്ചു കിടക്കുന്ന സമയത്ത് അമ്മയോ മുത്തശ്ശിയോ നെഞ്ചിൽ ചൂടാക്കി പുരട്ടിയിരുന്ന വെളുത്തുള്ളി കാച്ചിയ എണ്ണയുടെ ആ മണം, അത് ഓർമ്മയില്ലാത്ത മലയാളികൾ ചുരുക്കമായിരിക്കും അല്ലേ? അന്ന് ആ മണം നമുക്ക് അത്ര വലിയ ഇഷ്ടമായിരുന്നില്ലെങ്കിലും ആ ചെറിയ വെളുത്തുള്ളി അല്ലികളിൽ ഒളിഞ്ഞിരുന്നത് കേവലം ഒരു മരുന്നായിരുന്നില്ല, അതൊരു കരുതലായിരുന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർ ഒരിക്കലും അസുഖം വന്ന് കിടക്കരുത് എന്നൊരമ്മയുടെ നിശബ്ദമായ പ്രാർത്ഥനയായിരുന്നു അത്. സ്വാഗതം, ഇത് ആയുരാരോഗ്യം, നിങ്ങളുടെ ആരോഗ്യയാത്രയിലെ വിശ്വസ്തയായ സുഹൃത്ത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ അടുക്കളയിൽ ഉള്ളിയുടെയും തക്കാളിയുടെയും ഒക്കെ ഇടയിൽ യാതൊരു ജാടയുമില്ലാതെ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ഒരു സൂപ്പർ ഹീറോയെക്കുറിച്ചാണ്. വെളുത്തുള്ളി, ഗാർലിക്. നമ്മൾ മലയാളികൾക്ക് വെളുത്തുള്ളി വെറുമൊരു ടേസ്റ്റ് മേക്കർ മാത്രമാണ്, രസത്തിലും സാമ്പാറിലും ഇച്ചിരി രുചി കിട്ടാനിടുന്ന ഒരു സാധനം. എന്നാൽ സത്യം അതല്ല സുഹൃത്തുക്കളെ. ഭൂമിയിലെ ഏറ്റവും ശക്തമായ പ്രകൃതിദത്തമായ ആന്റിബയോട്ടിക്കാണ് വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നമ്മുടെ ശരീരത്തെ ഒരു ക്ഷേത്രമായി സങ്കൽപ്പിക്കുക. വളരെ പവിത്രമായ, കാത്തു സൂക്ഷിക്കേണ്ട ഒരു ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന്റെ കാവൽക്കാരനാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അഥവാ രോഗപ്രതിരോധശേഷി. ഈ കാവൽക്കാരനെ ശക്തി പകരുന്ന, ശത്രുക്കളായ രോഗാണുക്കളെ തുരത്താൻ സഹായിക്കുന്ന ദിവ്യമായ ഒരായുധമാണ് ഈ ചെറിയ വെളുത്തുള്ളി അല്ലികൾ. ഇന്നത്തെ ഈ തിരക്കുപിടിച്ച ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ആരോഗ്യത്തെ മറന്നുപോകുന്നു. വില കൂടിയ മൾട്ടിവൈറ്റമിൻ ടാബ്ലറ്റുകൾക്ക് പിന്നാലെ നമ്മൾ പായുമ്പോൾ ഒരു രൂപ പോലും ചെലവില്ലാതെ നമ്മുടെ അടുക്കളയിൽ തന്നെ ഇരിക്കുന്ന ഈ അത്ഭുത മരുന്നിനെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കുന്നു. ഇതൊരു പുതിയ അറിവല്ല. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഈജിപ്തിലെ പിരമിഡുകൾ നിർമ്മിച്ചിരുന്ന തൊഴിലാളികൾക്ക് ദിവസവും ഒരു മല്ലി വെളുത്തുള്ളി ഭക്ഷണത്തിനൊപ്പം നൽകുമായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. കഠിനമായ ജോലി ചെയ്യാനുള്ള എനർജി ലഭിക്കാനും അവർക്ക് അസുഖങ്ങൾ വരാതിരിക്കാനും വേണ്ടിയായിരുന്നു അത്. അതുപോലെ യുദ്ധത്തിന് പോകുന്ന റോമൻ സൈനികർക്കും വെളുത്തുള്ളി നിർബന്ധമായിരുന്നു. അവർക്കറിയാമായിരുന്നു ഈ ചെറിയ വെളുത്തുള്ളിക്ക് ആനയുടെ ബലം തരാൻ സാധിക്കുമെന്ന്. നമ്മുടെ ആയുർവേദത്തിലും വെളുത്തുള്ളിയെ വിശേഷിപ്പിക്കുന്നത് രസോന എന്നാണ്, അതായത് ജീവൻ നിലനിർത്തുന്ന അമൃത്. എന്നാൽ ഇന്ന് ഈ മോഡേൺ ലോകത്ത് നമ്മൾ വെളുത്തുള്ളിയെ അതിന്റെ മണം കാരണം അല്പം മാറ്റി നിർത്തുകയാണ്. അയ്യേ, വെളുത്തുള്ളി കഴിച്ചാൽ വായനാട്ടം വരില്ലേ എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. പക്ഷെ ഒരു ചെറിയ സ്മെല്ലിനു വേണ്ടി നിങ്ങൾ വേണ്ടെന്ന് വെക്കുന്നത് എത്ര വലിയ ആരോഗ്യമാണെന്നറിയാമോ? ഒരു കഥ പറയാം. എനിക്ക് പരിചയമുള്ള രമേശേട്ടൻ എന്നൊരു സുഹൃത്തുണ്ട്. ഒരു സാധാരണ ബാങ്ക് ഉദ്യോഗസ്ഥൻ. അമിതമായ ജോലിഭാരം കാരണം എപ്പോഴും ക്ഷീണം, ഇടവിട്ടുള്ള പനി, കൊളസ്ട്രോൾ, ആകെ ഒരു തകർന്ന അവസ്ഥയിലായിരുന്നു അദ്ദേഹം. ദിവസവും കൈ നിറയെ ഗുളികകൾ. ഒരു ദിവസം അദ്ദേഹം തന്റെ ജീവിതത്തിൽ വളരെ ചെറിയൊരു മാറ്റം വരുത്താൻ തീരുമാനിച്ചു. ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ദിവസവും രാവിലെ എഴുന്നേറ്റുടൻ വെറും വയറ്റിൽ ഒരല്ലി വെളുത്തുള്ളി ചെറു ചൂടുവെള്ളത്തിൽ ചവച്ചരച്ച് കഴിക്കാൻ തുടങ്ങി. ആദ്യത്തെ ഒരാഴ്ച വലിയ മാറ്റങ്ങളൊന്നും തോന്നിയില്ല. സ്വാഭാവികമാണല്ലോ, പ്രകൃതിദത്തമായ കാര്യങ്ങൾ ശരീരത്തിൽ പ്രവർത്തിക്കാൻ അല്പം സമയമെടുക്കും. എന്നാൽ കൃത്യം ഒരു മാസം കഴിഞ്ഞപ്പോൾ ആ ക്ഷീണം പതിയെ മാറിത്തുടങ്ങി. രാവിലെയുള്ള എഴുന്നേൽക്കൽ ഉന്മേഷത്തോടെയായി. 6 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കൊളസ്ട്രോൾ ലെവൽ നോർമലായി. ഇതാണ് ചെറിയ ശീലങ്ങളുടെ വലിയ മാജിക്. സ്മോൾ ഹാബിറ്റ്സ്, ബിഗ് റിസൾട്ട്സ്. വെളുത്തുള്ളിയിൽ അടങ്ങിയിരിക്കുന്ന ആലിസിൻ എന്ന ഘടകമാണ് ഈ മാജിക് മുഴുവൻ ചെയ്യുന്നത്. വെളുത്തുള്ളി നമ്മൾ ചതയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ പല്ലുകൊണ്ട് കടിക്കുമ്പോഴോ ആണ് ഈ ആലിസിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ക്യാൻസറിനെ വരെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഒരു രാസവസ്തുവാണിത്. അതുകൊണ്ട് നാളെ രാവിലെ മുതൽ നിങ്ങളുടെ ആ തിരക്കുപിടിച്ച റുട്ടീനിൽ ഒരു ചെറിയ മാറ്റം വരുത്താൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ ശരീരമെന്ന ക്ഷേത്രത്തെ സംരക്ഷിക്കാൻ ഈ ചെറിയ കാവൽക്കാരനെ നിങ്ങൾ കൂടെ കൂട്ടുമോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, കാലാവസ്ഥയൊന്നു മാറുമ്പോഴേക്കും, ഒരു ചെറിയ മഴ നനയുമ്പോഴേക്കും ചിലർക്ക് പെട്ടെന്ന് ജലദോഷവും പനിയും വരും. എന്നാൽ മറ്റു ചിലരാകട്ടെ ഏതു മഴയത്താണെങ്കിലും ഏത് തണുപ്പാണെങ്കിലും ഒരു കുലുക്കവുമില്ലാതെ നടക്കും. എന്താണിതിന്റെ വ്യത്യാസം? അത് നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള ഇമ്മ്യൂണിറ്റി സിസ്റ്റം അഥവാ രോഗപ്രതിരോധ ശേഷിയാണ്. നമ്മുടെ ശരീരത്തെ ഒരു കോട്ടയായി സങ്കൽപ്പിച്ചാൽ ആ കോട്ടവാതിലിൽ കാവൽ നിൽക്കുന്ന ധീരരായ സൈനികരാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി. ഈ സൈനികർക്ക് ഊർജം നൽകുന്ന ഭക്ഷണമാണ് വെളുത്തുള്ളി. ഗവേഷണങ്ങൾ പറയുന്നത് ദിവസവും ഭക്ഷണത്തിൽ വെളുത്തുള്ളി ഉൾപ്പെടുത്തുന്നവർക്ക് ജലദോഷം അഥവാ കോമൺ കോൾഡ് വരാനുള്ള സാധ്യത 63% വരെ കുറവാണെന്നാണ്. ഇനി അഥവാ വന്നാൽ തന്നെ വെളുത്തുള്ളി കഴിക്കുന്നവരിൽ അത് പെട്ടെന്ന് ഭേദമാവുകയും ചെയ്യും. എങ്ങനെയാണിത് പ്രവർത്തിക്കുന്നത്? വെളുത്തുള്ളി നമ്മുടെ രക്തത്തിലെ വെളുത്ത രക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നു.
ഇവരാണ് ശരീരത്തിലേക്ക് കടന്നുകയറുന്ന വൈറസുകളെയും അണുക്കളെയും നേരിടുന്നത്. അതായത്, നിങ്ങൾ ഒരല്ലി വെളുത്തുള്ളി കഴിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ശരീരത്തിലെ സൈന്യത്തിന് ഒരു ബൂസ്റ്റ് നൽകുകയാണ്. അതുകൊണ്ട് ഇനി തൊണ്ടയിലൊരു കിരികിരിപ്പ് അനുഭവപ്പെടുമ്പോഴോ ജലദോഷത്തിന്റെ ലക്ഷണം കാണുമ്പോഴോ ഉടനെ ആന്റിബയോട്ടിക്കുകൾക്ക് പിന്നാലെ ഓടാതെ നമ്മുടെ അടുക്കളയിലെ ഈ വെളുത്ത മുത്തുകളെ ഒന്ന് വിശ്വസിച്ചു നോക്കൂ. നമ്മുടെ പഴമക്കാർ പറയാറുണ്ട്, വയറ് നന്നായാൽ എല്ലാം നന്നായി എന്ന്. ആധുനിക വൈദ്യശാസ്ത്രം, മോഡേൺ സയൻസ് പോലും ഇന്ന് സമ്മതിക്കുന്നു, നമ്മുടെ വയറാണ് നമ്മുടെ രണ്ടാമത്തെ തലച്ചോറ് എന്ന്. നമ്മുടെ മൂഡ്, നമ്മുടെ ഊർജം, എന്തിന് നമ്മുടെ ചർമ്മത്തിന്റെ തിളക്കം പോലും തീരുമാനിക്കുന്നത് നമ്മുടെ ദഹനവ്യവസ്ഥയാണ്. പലരെയും അലട്ടുന്ന പ്രശ്നങ്ങളാണ് ഗ്യാസ് ട്രബിൾ, ദഹനക്കുറവ് അല്ലെങ്കിൽ ബ്ലോട്ടിംഗ്. ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ പോലും പേടിയാണ് പലർക്കും. ഇവിടെയും വെളുത്തുള്ളിക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. ശ്രദ്ധിക്കുക, അമിതമായി പച്ച വെളുത്തുള്ളി കഴിക്കുന്നത് ചിലർക്ക് നെഞ്ചിരിച്ചിലുണ്ടാക്കാം. എന്നാൽ മിതമായ അളവിൽ ഇത് ഭക്ഷണത്തിൽ ചേർത്താൽ ദഹനത്തിന് സഹായിക്കുന്ന എൻസൈമുകളെ ഇത് ഉത്തേജിപ്പിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു നാച്ചുറൽ ഡീടോക്സിഫയർ ആണ് എന്നതാണ്. നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്ത് വായുവിലൂടെയും വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും എത്രയോ വിഷാംശങ്ങൾ നമ്മുടെ ശരീരത്തിലെത്തുന്നുണ്ട്. വെളുത്തുള്ളിയിലെ സൾഫർ കോമ്പൗണ്ടുകൾക്ക് ഈ വിഷാംശങ്ങളെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളാനുള്ള അത്ഭുതകരമായ കഴിവുണ്ട്. ഇത് നിങ്ങളുടെ കരളിനെ സംരക്ഷിക്കുന്നു. കരൾ വൃത്തിയായാൽ രക്തം ശുദ്ധമാകും. രക്തം ശുദ്ധമായാൽ അതിന്റെ പ്രതിഫലനം നിങ്ങളുടെ മുഖത്ത് കാണാം. അത് നമ്മളെ അടുത്ത കാര്യത്തിലേക്ക് എത്തിക്കുന്നു. ആരോഗ്യമെന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ഉള്ളിലെ അവയവങ്ങളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാറുള്ളൂ. എന്നാൽ യഥാർത്ഥ ആരോഗ്യം പുറമേയും കാണണം, അല്ലേ? മുഖക്കുരു പലരുടെയും ആത്മവിശ്വാസം കെടുത്തുന്നൊരു പ്രശ്നമാണ്. പല ക്രീമുകളും പരീക്ഷിച്ച് മടുത്തവരാകും നിങ്ങളിൽ പലരും. എന്നാൽ വെളുത്തുള്ളിയിലെ ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾ മുഖക്കുരുവിന് കാരണമാകുന്ന ബാക്ടീരിയകളെ നശിപ്പിക്കാൻ സഹായിക്കും എന്ന് നിങ്ങൾക്കറിയാമോ? വെളുത്തുള്ളി നീര് അല്പം തൈരിലോ തേയിലോ ചാലിച്ചു മുഖത്ത് പുരട്ടുന്നത് മുഖക്കുരു കുറയാൻ സഹായിക്കും. പക്ഷേ ശ്രദ്ധിക്കണം, സെൻസിറ്റീവ് സ്കിന്നുള്ളവർ നേരിട്ട് പുരട്ടരുത്, അത് നീറ്റലുണ്ടാക്കാം. മാത്രമല്ല, ഇതിൽ ധാരാളമായി ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട്. എന്താണ് ആന്റി ഓക്സിഡന്റുകൾ? ഇവയാണ് നമ്മുടെ ചർമ്മത്തിൽ ചുളിവുകൾ വീഴാതെ പ്രായമാകുന്നതിനെ തടഞ്ഞു നിർത്തുന്ന ഘടകങ്ങൾ. അതായത്, വെളുത്തുള്ളി കഴിക്കുന്നത് നിങ്ങളെ ചെറുപ്പമായിരിക്കാൻ സഹായിക്കുന്നു. ആന്റി ഏജിംഗ് പ്രോപ്പർട്ടീസ്. മുടിയുടെ കാര്യത്തിലാണെങ്കിലോ, മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും താരൻ മാറ്റാനും വെളുത്തുള്ളി എണ്ണ ഉപയോഗിക്കുന്നത് പണ്ട് മുതലേയുള്ള ശീലമാണ്. തലയോട്ടിയിലെ രക്തയോട്ടം വർദ്ധിപ്പിച്ച് മുടി തഴച്ചു വളരാൻ ഇത് സഹായിക്കുന്നു. കണ്ടില്ലേ, ഹൃദയം മുതൽ ചർമ്മം വരെ ഒരു ചെറിയ അല്ലി വെളുത്തുള്ളിക്ക് എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. പക്ഷെ ഇതെല്ലാം കേട്ട് ആവേശത്തോടെ നാളെ മുതൽ വാരി വലിച്ച് വെളുത്തുള്ളി കഴിക്കാൻ വരട്ടെ. ഏതമൃതും അമിതമായാൽ വിഷമാണ് എന്ന് കേട്ടിട്ടില്ലേ? വെളുത്തുള്ളി എപ്പോൾ കഴിക്കണം, എങ്ങനെ കഴിക്കണം, ആരൊക്കെ കഴിക്കാൻ പാടില്ല എന്നതൊക്കെ വളരെ പ്രധാനമാണ്. അടുത്ത ഭാഗത്തിൽ നിങ്ങളുടെ ജീവിതം മാറ്റാൻ പോകുന്ന ആ സിമ്പിൾ റൂട്ടീൻ ഞാൻ പറഞ്ഞുതരാം. വെറും 2 മിനിറ്റ് മതി. ആ ശീലം എങ്ങനെ തുടങ്ങാമെന്ന് നമുക്ക് നോക്കാം. ഇവിടെയാണ് നമ്മളിൽ ഭൂരിഭാഗം പേർക്കും തെറ്റുപറ്റുന്നത്. നമ്മൾ സാധാരണ എന്താണ് ചെയ്യാറ്? കറികൾ വെക്കുമ്പോൾ വെളുത്തുള്ളി അരിഞ്ഞ ഉടനെ തന്നെ തിളച്ച എണ്ണയിലേക്കിടും, അല്ലേ? എന്നാൽ നിങ്ങൾ ആ ചെയ്യുന്ന നിമിഷം തന്നെ വെളുത്തുള്ളിയിലെ ഔഷധഗുണങ്ങൾ പകുതിയിലധികവും നശിച്ചുപോകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആലിസിൻ എന്ന അത്ഭുതമരുന്നിനെക്കുറിച്ച്. വെളുത്തുള്ളി വെറുതെ ഇരിക്കുമ്പോൾ അതിൽ അലസിനില്ല. നിങ്ങൾ എപ്പോഴാണോ അത് ചതയ്ക്കുകയോ അരിയുകയോ ചെയ്യുന്നത്, അപ്പോൾ നടക്കുന്ന ഒരു രാസപ്രവർത്തനം, കെമിക്കൽ റിയാക്ഷൻ വഴിയാണ് അലസിൻ രൂപപ്പെടുന്നത്. പക്ഷേ ഈ രാസപ്രവർത്തനം നടക്കാൻ അതിനല്പം സമയം വേണം. അതുകൊണ്ട് ഇനി മുതൽ അടുക്കളയിൽ വെളുത്തുള്ളി എടുക്കുമ്പോൾ ഈ 10 മിനിറ്റ് റൂൾ പാലിക്കുക. വെളുത്തുള്ളി അരിയുകയോ ചതയ്ക്കുകയോ ചെയ്ത ശേഷം അത് പാചകം ചെയ്യുന്നതിനു മുൻപ് ഒരു 10 മിനിറ്റ് വെറുതെ വയ്ക്കുക. ആ 10 മിനിറ്റ് കൊണ്ട് അതിലെ ഔഷധഗുണം പൂർണ്ണമായും ഉണരും, ആക്ടിവേറ്റ് ആകും. അതിനുശേഷം നിങ്ങളത് വേവിച്ചാലും അതിലെ ഗുണങ്ങൾ വലിയൊരളവ് വരെ നിലനിൽക്കും. വളരെ ചെറിയൊരു മാറ്റമാണ്, പക്ഷെ അത് നൽകുന്ന ഗുണം വളരെ വലുതാണ്. പലർക്കുമുള്ള സംശയമാണ്, ഇത് പച്ചയ്ക്ക് കഴിക്കണോ അതോ കറിയിലിട്ട് കഴിച്ചാൽ മതിയോ എന്ന്. ഏറ്റവും കൂടുതൽ ഔഷധഫലം കിട്ടുന്നത് പച്ചയ്ക്ക് കഴിക്കുമ്പോഴാണ്. പ്രത്യേകിച്ച് കൊളസ്ട്രോൾ കുറയ്ക്കാനും BP നിയന്ത്രിക്കാനും പച്ചവെളുത്തുള്ളിയാണ് ഉത്തമം. പക്ഷെ നമുക്കറിയാം, പച്ചവെളുത്തുള്ളിയുടെ രുചിയും മണവും പലർക്കും സഹിക്കാൻ കഴിയില്ല. മാത്രമല്ല, ചിലർക്കത് അസിഡിറ്റി ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾക്ക് പച്ചയ്ക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരെളുപ്പ വഴിയുണ്ട്: തേൻ വെളുത്തുള്ളി.
ഒരു ചെറിയ ഭരണിയിൽ വെളുത്തുള്ളി അല്ലികൾ വൃത്തിയാക്കിയിട്ട് വെക്കുക. അത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് ശുദ്ധമായ തേനൊഴിക്കുക. ഒരാഴ്ചയോളം അത് വെയിലത്ത് വെക്കാം, അല്ലെങ്കിൽ അടച്ചു സൂക്ഷിക്കാം. ഒരാഴ്ച കഴിയുമ്പോൾ വെളുത്തുള്ളിയുടെ എരിവ് മാറി അത് നല്ല രുചിയുള്ളതായി മാറും. ദിവസവും രാവിലെ ഓരോ സ്പൂൺ കഴിക്കുന്നത് നിങ്ങളുടെ പ്രതിരോധശേഷി കൂട്ടാനും തൊണ്ടവേദന മാറാനും ഭാരം കുറയ്ക്കാൻ പോലും സഹായിക്കും. തേനിന്റെ ഗുണവും വെളുത്തുള്ളിയുടെ ഗുണവും കൂടി ചേരുമ്പോൾ അതൊരു സൂപ്പർ മെഡിസിനായി മാറുന്നു. ഇനി അതൊന്നും വയ്യെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ 10 മിനിറ്റ് നിയമം പാലിച്ച് കറികളിൽ ധാരാളമായി ഉപയോഗിച്ചാലും മതി. വെളുത്തുള്ളി അമൃതാണെന്ന് കരുതി അതെല്ലാവർക്കും എല്ലാ സമയത്തും നല്ലതാകണമെന്നില്ല. ടൂ മച്ച് ഓഫ് എനിത്തിങ് ഈസ് ബാഡ് എന്ന് കേട്ടിട്ടില്ലേ? ഒന്നാമതായി അളവ് ശ്രദ്ധിക്കുക. ഒരു ദിവസം 2 മുതൽ 3 വരെ അല്ലികൾ, ക്ലോവ്സ്, അതാണ് കണക്ക്. അതിൽ കൂടുതൽ പച്ചയ്ക്ക് കഴിക്കുന്നത് ചിലപ്പോൾ വയറ്റിലെരിച്ചിലോ വയറിളക്കമോ ഉണ്ടാക്കാം. അതുപോലെ ശരീരത്തിന് ചൂട് കൂടാനും ഇത് കാരണമാകും. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, താഴെ പറയുന്നവർ വെളുത്തുള്ളി ഉപയോഗിക്കുമ്പോൾ തീർച്ചയായും ശ്രദ്ധിക്കണം. ശസ്ത്രക്രിയ നിശ്ചയിച്ചിട്ടുള്ളവർ, നിങ്ങൾക്കടുത്തെങ്ങാനും ഒരു സർജറി ഉണ്ടെങ്കിൽ 2 ആഴ്ച മുൻപ് തന്നെ വെളുത്തുള്ളി ഉപയോഗം കുറയ്ക്കണം. കാരണം വെളുത്തുള്ളി രക്തം കട്ട പിടിക്കുന്നത് വൈകിപ്പിക്കും, ബ്ലഡ് തിന്നിങ് ഇഫക്റ്റ്. ഇത് സർജറി സമയത്ത് ബ്ലീഡിംഗ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. മരുന്നുകൾ കഴിക്കുന്നവർ, നിങ്ങൾ രക്തം നേർത്തതാക്കാനുള്ള മരുന്നുകൾ, ബ്ലഡ് തിന്നേഴ്സ് ലൈക്ക് ആസ്പിരിൻ ഓർ വാർഫാരിൻ കഴിക്കുന്നവരാണെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ വെളുത്തുള്ളി അധികമായി കഴിക്കാൻ പാടുള്ളൂ. അൾസർ അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ് ഉള്ളവർ, വയറ്റിൽ അൾസറോ കടുത്ത ഗ്യാസ് പ്രശ്നങ്ങളോ ഉള്ളവർ പച്ച വെളുത്തുള്ളി കഴിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. അത് എരിച്ചിൽ കൂട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ശരീരം നിങ്ങളോട് സംസാരിക്കും, അത് കേൾക്കുക. എന്തെങ്കിലും അസ്വസ്ഥത തോന്നിയാൽ അളവ് കുറയ്ക്കുക. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും നാളെ മുതൽ തുടങ്ങാമെന്ന്. പക്ഷെ പലപ്പോഴും ആ ആവേശം 2 ദിവസം കഴിയുമ്പോൾ കെട്ടടങ്ങും. അതുകൊണ്ട് വലിയ മാറ്റങ്ങളൊന്നും വരുത്തേണ്ട, ചെറിയൊരു മാറ്റം മാത്രം. നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ 1 ഗ്ലാസ് ചെറു ചൂടുവെള്ളം കുടിക്കുക. അതിനുശേഷം പ്രഭാത ഭക്ഷണത്തിന്റെ കൂടെയോ ഉച്ചയ്ക്കോ നേരത്തെ പറഞ്ഞ പോലെ തയ്യാറാക്കിയ ഒരല്ലി തേൻ വെളുത്തുള്ളിയോ അല്ലെങ്കിൽ നന്നായി ചതച്ച് കറിയിൽ ചേർത്ത വെളുത്തുള്ളിയോ കഴിക്കുക. ഇതൊരു മരുന്നായി കാണാതെ ഭക്ഷണത്തിന്റെ രുചി കൂട്ടുന്ന ഒരു ശീലമായി കാണുക. ഇനി ഈ വീഡിയോയുടെ അവസാന ഭാഗത്തേക്ക് കടക്കുമ്പോൾ വെളുത്തുള്ളി ഉപയോഗിച്ചുള്ള ഒരു സീക്രട്ട് റെമഡി കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഉറക്കമില്ലായ്മ അലട്ടുന്നവർക്കും കാലുവേദനയുള്ളവർക്കും ഉപകരിക്കുന്ന ഒരു പഴയ വിദ്യ. ഞാൻ വാക്ക് തന്നതുപോലെ ആ രഹസ്യവിദ്യ ഇതാ. ഇന്നത്തെ കാലത്ത് പലർക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് നല്ല ഉറക്കം. കിടന്നാൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കും, അല്ലെങ്കിലോ ഫോണിൽ നോക്കി സമയം കളയും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ വല്ലാത്ത ക്ഷീണവും. നമ്മുടെ പഴയ മുത്തശ്ശിമാർക്കൊരു വിദ്യയുണ്ടായിരുന്നു. ഒരല്ലി വെളുത്തുള്ളി തൊലി കളയാതെ തലയിണയുടെ അടിയിൽ വെച്ച് കിടന്നുറങ്ങുക. ഇതൊരന്ധവിശ്വാസമല്ല, ഇതിനു പിന്നിലും ഒരു ശാസ്ത്രമുണ്ട്. വെളുത്തുള്ളിയിൽ നിന്ന് പുറത്തുവരുന്ന സൾഫർ സംയുക്തങ്ങളുടെ നേരിയ ഗന്ധം നമ്മുടെ നാഡീവ്യൂഹത്തെ ശാന്തമാക്കാൻ സഹായിക്കും എന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇത് മനസ്സിനൊരു റിലാക്സേഷൻ നൽകി വേഗത്തിൽ ഉറക്കത്തിലേക്ക് വഴുതി വീഴാൻ സഹായിക്കുന്നു. ഇനി സന്ധിവേദനയോ കാലുവേദനയോ അലട്ടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കൂ. അല്പം വെളിച്ചെണ്ണയിലോ കടുകെണ്ണയിലോ 3-4 അല്ലി വെളുത്തുള്ളി ചതച്ചിട്ട് നന്നായി ചൂടാക്കുക. വെളുത്തുള്ളി മൂത്ത് ചുവന്ന നിറമാകുമ്പോൾ തീ ഓഫ് ചെയ്യാം. ഈ എണ്ണ ചെറു ചൂടോടെ വേദനയുള്ള ഭാഗത്ത് പുരട്ടി മസാജ് ചെയ്തു നോക്കൂ. വേദന പമ്പ കടക്കും. പ്രകൃതിദത്തമായ സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഒരു പെയിൻ കില്ലറാണിത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് സംസാരിച്ചത് വെറുമൊരു അടുക്കള വിഭവത്തെക്കുറിച്ചല്ല, പ്രകൃതി നമുക്ക് തന്ന സ്നേഹത്തെക്കുറിച്ചാണ്. ഓർക്കുക, ആരോഗ്യമെന്നത് ഒറ്റ രാത്രി കൊണ്ട് നേടാവുന്ന ഒന്നല്ല, അതൊരു യാത്രയാണ്. ചെറിയ ചെറിയ നല്ല ശീലങ്ങളാണ് നമ്മുടെ ജീവിതം മാറ്റിമറിക്കുന്നത്. ഇന്നു മുതൽ നിങ്ങളുടെ അടുക്കളയിലെ ഈ വെളുത്ത മുത്തുകളെ ഒന്ന് സ്നേഹിച്ചു തുടങ്ങൂ. അതിനെ വെറുമൊരു മസാലയായി കാണാതെ നിങ്ങളുടെ ശരീരത്തിന്റെ കാവൽക്കാരനായി കാണുക. നിങ്ങളുടെ ശരീരത്തെ ബഹുമാനിക്കുക, അതിന് വേണ്ടത് നൽകുക. കാരണം ഈ ലോകത്ത് നിങ്ങൾക്ക് ജീവിക്കാനാകാ ഒരേയൊരു വീട്, അത് നിങ്ങളുടെ ശരീരമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നാളെ മുതൽ നിങ്ങൾ ജീവിതത്തിൽ പകർത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങളുടെ അനുഭവങ്ങൾ എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. നിങ്ങൾ വെളുത്തുള്ളി ഉപയോഗിക്കാറുണ്ടോ? നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും പഴയ നാട്ടുവൈദ്യങ്ങളുണ്ടോ? അത് താഴെ കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത്. നിങ്ങളുടെ അറിവുകൾ മറ്റുള്ളവർക്കും വെളിച്ചമാകട്ടെ. ഇതുപോലുള്ള നല്ല അറിവുകൾ അത് ആവശ്യമുള്ളവരിലേക്ക് എത്തിക്കുക എന്നത് വലിയൊരു പുണ്യമാണ്.
അതുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാമോ? ചിലപ്പോൾ അതായിരിക്കാം അവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം. നമ്മുടെ ആയുരാരോഗ്യം കുടുംബം വലുതാകുകയാണ്. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയേക്കൂ. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ അടുത്ത തവണ ഞാൻ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. വീണ്ടും കാണാം കൂടുതൽ നല്ല അറിവുകളുമായി. അതുവരെ സന്തോഷമായിരിക്കൂ, ആരോഗ്യമായിരിക്കൂ. നന്ദി, നമസ്കാരം.